മണ്ഡലം ചുറ്റി മഹിളകളുമായി ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എന്നോടൊപ്പം ശ്രീ രമേശ് ചെന്നിത്തല കൂടി ചേരുന്നുണ്ട്. ഹരിപ്പാട് മണ്ഡലത്തിലൂടെയുള്ള അദ്ദേഹത്തിന്റെ വാഹന പര്യടനം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയമായി ഇത് തുടങ്ങിയിട്ട്. ഇതാ ഇപ്പോൾ അദ്ദേഹം ഈ ഇവിടുത്തെ വോട്ടർമാരെ നേരിട്ട് കാണാനായി എത്തിയിരിക്കുകയാണ്. ഡൽഹിയിലെ വലിയ ചർച്ചയ്ക്കൊക്കെ ശേഷമാണ് അദ്ദേഹം ഇന്ന് എത്തിയിരിക്കുന്നത്. നമസ്കാരം സാർ. അപ്പൊ വീണ്ടും ഒരു അംഗത്തിന് കൂടി അതെ, വീണ്ടും ഒരു അംഗത്തിനും കൂടി ഇറങ്ങുകയാണ്. പാർട്ടി തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഈ എൻ്റെ നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഈ റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കടപ്പുറമാണ്. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ, ഇത് രണ്ട് മേഖലയാണ്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങളെ കാണുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അതെ, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മുന്നിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ വികസനം തന്നെയാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് LDF സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചപ്പോൾ അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം വികസനം മുരടിപ്പാണ് എന്നുള്ളതാണ്. മാത്രമല്ല, കിഫ്ബിയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങ് കിഫ്ബിയെ എതിർത്തിരുന്ന ആളാണ്. പക്ഷേ അതിന്റെ ക്രെഡിറ്റ് ഒക്കെ അങ്ങ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വലിയ ആരോപണമൊക്കെയാണ് അവർ ഉന്നയിക്കുന്നത്. ഞാൻ ഇന്നലെ അല്ല ഇവിടെ MLA ആയത്. ഞാൻ കുറേ കാലമായല്ലോ. പിന്നെ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഇതൊക്കെ തോന്നും. ഇവിടെ ഈ നാട്ടിൽ നടത്തിയ വികസനത്തിന് അപ്പുറം വേറെ ഒരു മണ്ഡലത്തിനും നടന്നിട്ടില്ല. അത് ഞാൻ മന്ത്രിയായിരുന്നപ്പോഴും, ഞാൻ MLA ആയിരുന്നപ്പോഴും, ഞാൻ നേരത്തെ 87 മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ ഉണ്ടായ വികസനമാണ് ഇവിടെ. ഇപ്പം പിന്നെ വികസനം നടന്നില്ലെങ്കിൽ അത് ഈ ഗവൺമെൻറ് കുറ്റം കൊണ്ടാണ്. അത് അദ്ദേഹം സമ്മതിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരു പ്രതിപക്ഷ MLAയുടെ മണ്ഡലത്തിൽ വികസനം വേണ്ട എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മണ്ഡലത്തിലെ വികസനം തടയാൻ ഒരു ഗവൺമെൻറ്റും കഴിയില്ല എന്ന് ഞാൻ കഴിഞ്ഞ 10 വർഷം തെളിയിച്ചതാണ്. ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും കഴിഞ്ഞ 5 വർഷവും ഏറ്റവും കൂടുതൽ വികസനം നടന്ന മണ്ഡലം ഹരിപ്പാട് തന്നെയാണ്. പ്രതിപക്ഷ MLA. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ സമീപ മണ്ഡലത്തിൽ കുറെ കോൺഗ്രസ് പ്രവർത്തകർ രാജിയിലേക്ക് നീങ്ങുന്നു. ഇതൊക്കെ അങ്ങ് എന്തായാലും അറിഞ്ഞിട്ടുണ്ടാകും. രാജിവെച്ചു? ആരും രാജിവെച്ചില്ല. സമീപ മണ്ഡലത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, വിമത സ്ഥാനാർത്ഥി ഉണ്ടാകുന്നു. ഇവിടെ ഒരു വിമത സ്ഥാനാർത്ഥി ഇല്ല, ഒന്നുമില്ല. ഇവിടെ കോൺഗ്രസ്സുകാരിലെ ഒറ്റക്കെട്ടാണ്. കുട്ടനാട്ടിലെ എനിക്കറിയില്ല, അത് ഹരിപ്പാടിന്റെ ഭാഗമല്ലല്ലോ. അതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതോടൊപ്പം തന്നെ അതെ, അദ്ദേഹത്തെ കാണാൻ പ്രവർത്തകർ എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തെ ഷോൾ അണിയിക്കുകയാണ്. അങ്ങനെ ഈ ഹരിപ്പാട് മണ്ഡലത്തിലെ ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാഹനജാഥ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹരിപ്പാടിനെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹം ഏറെ സുപരിചിതനാണ്. ഓരോ വോട്ടേഴ്സിനെ അദ്ദേഹത്തിന് നേരിട്ടറിയാം. അപ്പോൾ രമേശ് ചോദിച്ചു വന്നതേ, അതോടൊപ്പം ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വലിയ പ്രശ്നമായി നിന്നിരുന്നത് ശ്രീ K സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ആ പ്രശ്നങ്ങളൊക്കെ ഏത് തരത്തിലാണ് കോൺഗ്രസിനെ അത് ഏത് തരത്തിലാണ് ഡീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ശരി, 2-3 കാര്യം ഞാൻ പറയട്ടെ. ഒന്ന്, കോൺഗ്രസിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇന്നോടുകൂടി പുറത്തു വരും. ഇന്നോടുകൂടി പുറത്തു വന്നാൽ എല്ലാവരും ഒരു മനസ്സോടെ തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങി പ്രവർത്തിക്കും. കാരണം ഈ നാടിനെ രക്ഷിക്കാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണത്തിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ ജനങ്ങളുടെ ആഗ്രഹത്തോടൊപ്പമാണ് ഞങ്ങൾ. ഹരിപ്പാട് നിന്നൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ? അതൊക്കെ എൻ്റെ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്. ഹരിപ്പാട് ജനങ്ങളുമായിട്ടുള്ള എൻ്റെ ബന്ധം ഹൃദയബന്ധമാണ്. എൻ്റെ ഹൃദയത്തിലാണ് ഹരിപ്പാട്, അവരുടെ ഹൃദയത്തിലാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ എതിർ സ്ഥാനാർത്ഥികൾ അവർ രാഷ്ട്രീയമായി പറയാനാണ്, ഞാൻ അവരെ ഒന്നും എതിർക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ എല്ലാ ഞായറാഴ്ചയും ഹരിപ്പാട് ഞാൻ എത്തും. കഴിയുന്നത്ര ശനിയാഴ്ച ഉണ്ടെങ്കിൽ അന്നേരം എത്തും. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയക്കാർക്കും എന്നെ സമീപിക്കാം. ഹരിപ്പാടിന് ഞാൻ അങ്ങനെ രാഷ്ട്രീയം കണ്ടല്ല പ്രവർത്തിക്കുന്നത്. എല്ലാവരുടെയും MLA ഞാൻ. അതുകൊണ്ട് എനിക്ക് വികസനമില്ലെന്നോ എന്തെങ്കിലും പരാതിയൊക്കെ പറഞ്ഞാൽ എനിക്ക് അതിനകത്തൊന്നും മറുപടിയില്ല. ഇവിടെയൊക്കെ ജനങ്ങൾ കാണുകയല്ലേ, നിങ്ങൾ ഈ റോഡൊക്കെ കാണുകയല്ലേ, ഇതൊക്കെ എന്നുണ്ടാക്കിയ റോഡാ. അതെ, K സുധാകരനുമായി ബന്ധപ്പെട്ട ആ ചോദ്യത്തിലേക്ക് തന്നെ വരെയാണല്ലോ. ആ പ്രശ്നപരിഹാരം എപ്പോഴുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായാൽ എല്ലാ കോൺഗ്രസ്സുകാരും ഒരുമിച്ചേക്കും, ഒരു തർക്കവും ഉണ്ടാവില്ല. ഇപ്പം തന്നെ UDFന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നം ഒരു കക്ഷിയിലും ഇല്ലല്ലോ. അതുപോലെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായാൽ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ശ്രീ, വളരെയധികം നന്ദി. അങ്ങ് വലിയ തിരക്കിലാണെന്ന് അറിയാം. ഇന്ന് മുതൽ ഇപ്പോൾ താങ്കളുടെ പര്യടനം തുടരുകയാണ്. ഇനി അങ്ങോട്ട് ഇലക്ഷൻ വരെ നല്ല തിരക്കായിരിക്കുമെന്നും അറിയാം.
അപ്പോ എന്തായാലും ഇനി ഒരു അംഗത്തിനും കൂടി തയ്യാറെടുക്കുകയാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് നമ്മളോടൊപ്പം പങ്കുവച്ചത്. ക്യാമറാമാൻ മാഹിനൊപ്പം പ്രവിത ലക്ഷ്മി, 24 ഹരിപ്പാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.